ആ നിയമം കഴിഞ്ഞാൽ പാലക്കാടിനാണ്. കാരണം വെച്ചാൽ ശോഭ ഒരു പൊളിറ്റിക്കൽ ഫിഗർ എന്ന രീതിയിൽ ഓൾ കേരള അറിയപ്പെടുന്ന അപൂർവം ചില ജനങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ഷീസ് എ പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ജനം റെക്കഗ്നൈസ് ചെയ്യുന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. അവർ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പല പാർട്ടിയിലും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പല സ്ഥലത്ത് പോയാൽ അവർ വോട്ട് കൂട്ടാനും അത് കാരണമാണ്. പിന്നെ അവർ ജയിക്കേണ്ടെന്ന് ആഗ്രഹിക്കുന്ന അവരുടെ പാർട്ടിക്കാർ തന്നെയാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരു നേതാവാണ് അവർ. അപ്പോൾ അങ്ങനെ ഒരു എഡ്ജ് ഓൾറെഡി അവർക്കുണ്ട്. പക്ഷേ ഞാനത് വിചാരിച്ച് പിഷാരടിയെ ഞാൻ തള്ളിക്കളയുന്നില്ല. ഹീസ് എ ജീനിയസ്. പിഷാരടി ഒരു ജീനിയസാണ്. അത് പല കാരണങ്ങൾ ഞാൻ പറയാം. അയാൾ നല്ല ആക്ടറാണ്, മിമിക്രിക്കാരനാണ്, അയാൾ നല്ലൊരു സംവിധായകനാണ്. സിനിമയുടെ എല്ലാ മേഖല മാത്രമല്ല, അയാളുടെ അഭിപ്രായങ്ങൾ അയാൾ വളരെ കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ഒരാളാണ്. അപ്പം ഒരു സിനിമക്കാരനാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾ സിനിമക്കാരൻ മാത്രമല്ല, പിഷാരടി വളരെ കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ഒരാളാണ്. പക്ഷേ പിഷാരടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക മറ്റൊരു ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ കോമഡികൾ വടായി ബംഗ്ലാവാണ് ബേസിക്കലി വരിക. അപ്പോൾ ശോഭയെ ഇദ്ദേഹം വെച്ച് പെട്ടെന്ന് ഒരു ആക്സെപ്റ്റൻസ് ആസ് എ പൊളിറ്റീഷ്യൻ ശോഭയ്ക്കാണ് കിട്ടുക. പക്ഷേ പിഷാരടി മോശക്കാരനല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കൾച്ചറൽ എഡ്ജ് കൂടി പിഷാരടിക്കുണ്ട്. അത് സത്യമാണ്. അത് മാത്രമല്ല, അവിടെ ഷാഫി പറമ്പിലിനെ പോലെയുള്ള നേതാക്കളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുമുണ്ട്. ഷാഫിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവന്ന് വിജയിപ്പിച്ചത് എന്നായിരുന്നുവല്ലോ. ആ ഒരു സീൻ ഇപ്പോഴും കാണുന്നുണ്ടോ ഇല്ലയോ? അതായത് ഇപ്പോൾ എനിക്ക് മനസ്സിലാകാതെ പാലക്കാട് ഇഷ്ടംപോലെ കോൺഗ്രസ്സുകാരുള്ള സ്ഥലമാണ്. പക്ഷേ പലപ്പോഴും പാലക്കാട് മറ്റ് സ്ഥലങ്ങളിൽ കോൺഗ്രസ്സുകാരെന്ന് മത്സരിച്ച് മികച്ച പഠനം കാഴ്ചവെക്കാറുണ്ട്. ആ ഒന്നും എത്താതെ കോൺഗ്രസ് നിന്ന് മരിച്ചു പോയ കോൺഗ്രസിൻ്റെ റിയൽ ഫൈറ്റർ ഉണ്ടായി, സതീശ പാച്ചേനി. അദ്ദേഹം ഒന്നും ആയിട്ടില്ല. പക്ഷേ അദ്ദേഹം മുമ്പ് അവിടെ ജയിക്കേണ്ടായിരുന്നു. അതിന് ഞാൻ പറഞ്ഞു, കോൺഗ്രസ് ഉള്ളിൽ തന്നെ പറഞ്ഞു കേട്ടത്, ഇപ്പം നിങ്ങൾ വലിയ മഹാമാരി എന്ന് പറഞ്ഞ ചില നേതാക്കന്മാർ അദ്ദേഹത്തെ വലിച്ചതാണ്. അല്ല, അപ്പോൾ ആ മനുഷ്യനെ ജയിച്ച ഒരു MP ആയിരുന്നു. ഇപ്പോൾ ജീവിച്ചെടുക്കാം. MP ഒക്കെ കിട്ടിയ സൗകര്യങ്ങളൊക്കെ, നല്ല ചികിത്സയൊക്കെ കിട്ടി, അത് ആ മനുഷ്യൻ നമ്മുടെ കൂടെ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ പല സ്ഥലത്തും പോയ ആളുകളെ ജയിപ്പിച്ച് വിട്ട ഒരു ചരിത്രം ഈ പാലക്കാടിനുണ്ട്. ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ ഹീസ് ഫ്രം പത്തനംതിട്ട, ഇദ്ദേഹമാണ് ഞാൻ കോട്ടയം തോന്നുന്നു, പിഷാരടി. അപ്പോൾ അവരുടെ ഒരു കോസ്മോപൊളിറ്റൻ മനസ്സാണത് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഞാനവിടെ സ്ഥാനാർത്ഥികൾ CPM-ൻ്റെ സ്ഥാനാർത്ഥി അത്ര പവർഫുള്ളാന്ന് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോഴുള്ള ശോഭയാണെങ്കിലും പിഷാരടി ആണെങ്കിലും നല്ല പവർഫുള്ളായ കാൻഡിഡേറ്റാണ്. എളുപ്പമൊന്നും ആർക്കും കടന്നു കയറാനും പറ്റില്ല. അല്ല, ഈ CPM മനഃപൂർവ്വം ഈ BJP ജയിച്ചോട്ടെ എന്ന് വെച്ചുകൊണ്ട് ഒരു ഡീലിൻ്റെ ഭാഗമായിട്ട് അത് നേരിട്ടുള്ള ഡീല് എന്ന് കോൺഗ്രസ് ആരോപിക്കും. പക്ഷേ ജയിച്ചോട്ടെ എന്നുള്ള മൗന സമ്മതത്തോടു കൂടി തന്നെ ഇങ്ങനൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു എന്ന ആരോപണമാണ്. വരും ദിവസങ്ങളിൽ ഈ ആരോപണത്തിന് കട്ടി കൂടുകയും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, അത് നമുക്കറിയില്ല അങ്ങനെ ഡീലുണ്ടോ. ഇനി ഇൻ കേസ് ഡീൽ ഉണ്ടായാൽ എന്താണ് പ്രശ്നം, നിങ്ങളൊന്ന് പറ.